ഞായറാഴ്ച പറമ്പ് ഇറങ്ങുകയാണ്. മുരിങ്ങയൊക്കെ നല്ല വലുതായിക്കണ്. പറമ്പ് മുഴുവൻ തേങ്ങ കടന്ന് മുളക്കാൻ തുടങ്ങി. പെറുക്കി കൂട്ട ആൾ വേണ്ടേ? അപ്പോൾ അതാ വേറൊരുത്തരിക്കാണ് മറ്റേ സർവേ കലിമ തവളരിക്കണ മാതിരി പറക്കി വന്ന ബംഗാളിയുടെ പണിയാണ്. ഓന് ഇതെല്ലാം വേറെ പണി എടുക്കൂല. അവൻ തട്ടി തിരിഞ്ഞ് നിൽക്കുകയാണേ. ഇത് നിങ്ങൾക്ക് എല്ലാവരും അറിയാം. ചീനാമുളക് ഇഷ്ടം പോലെ ഉണ്ട്. ഈ വേലിയെടുക്ക് നിറച്ചുണ്ട്. ഇത് കൊളസ്ട്രോൾ നല്ലതെന്നൊക്കെ പോലും പറയുന്നുണ്ട് ആൾക്കാർ. അമ്മക്കറിയില്ല ഇതൊന്നും. പിന്നെ ഇത് കൊളസ്ട്രോൾ വരാനാണോ പോവാനാണാവോ അതൊന്നും അമ്മക്കറിയില്ല. വെറ്റിലക്കൊടി അത് നിൽക്കുന്നത് എവിടെയാണ്? കർമ്മച്ചിക്കായമേ. കർമ്മച്ചിക്കായാണെങ്കിൽ പഴുത്ത് നിൽക്കുന്നത് നല്ല ഒന്നാന്തരം കർമ്മച്ചി. കിളികൾ കണ്ണാനൊക്കെ വന്ന് തിന്നുകയാണ് ഇഷ്ടം പോലെ. പക്ഷെ അത് കാണുമ്പോൾ നമുക്കൊരു സുഖമാണ്. നമ്മൾ പിന്നെ ചോദിക്കാനൊന്നും പോകാറില്ല. ഈ വെറ്റിലുണ്ടല്ലോ, ഇത് നമ്മളെ വീട്ടിൽ നാട്ടിലുണ്ടാവണമല്ല. ബംഗാളി പറഞ്ഞു ഓൻ്റെ നാട്ടിൽ തേണതാണ്. അടുത്ത വീട്ടിലെ ചേച്ചി വന്ന് ഹനുമാൻ സ്വാമിക്ക് മാല കെട്ടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേരോടെ കൊണ്ടുപോയിക്കോളെ. ചീരച്ചെടി, വഴുതനച്ചെടി എല്ലാം ഉണ്ട് നമ്മളെ പറമ്പിൽ. മുരിങ്ങാടല കണ്ട അതാ സിനിമാക്കാരൻ ചേക്കന് ഇതേ വേണ്ടു. ഓൻ വരുമ്പോൾ തന്നെ തിന്നുള്ളൂ. അതിനാണ്ട് വളർത്തിക്കണ് ഞാൻ. കർമ്മച്ചിക്കായിൻ്റെ ചെറിയ ചെറിയ മരം ഒരുപാടുണ്ട്. പിന്നെ വലുതാവുമ്പോൾ നല്ലതല്ലേ. ഇത് സാമ്പാർ ചീര വേലിരിക്കുന്ന ഞാൻ അപ്പുറത്തെ പറമ്പിൽ നിന്ന് ചൂണ്ടിയതാ. പിന്നെ ഇവിടുത്തെ തൊട്ട് അപ്പോൾ ഫുള്ള് ഉണ്ടായിക്കണ്. സൂപ്പറാ. വെണ്ടച്ചെടി നോക്കാം. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ പരിപാടി എന്താണെന്ന്. പൊട്ടിക്ക ആൾ വേണ്ടേ? ഈ ഞാൻ എന്ത് കാട്ടാനെല്ലാം കൂടി.